ശബരിമലയിലെ സ്വർണ്ണമോഷണം ഈ സർക്കാരിൻ്റെ അധപ്പതനത്തിലേക്ക് തന്നെ വഴിതെളിയിക്കുകയാണ്. അതായത് ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ രണ്ടാമനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് നടന്നതും പ്രമുഖന്റെ അറസ്റ്റ് തന്നെയാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും കൂടി അറസ്റ്റിലാകുമ്പോൾ പ്രമുഖരിലേക്കാണ് ഇനി തിരിഞ്ഞിരിക്കുന്നത് കേസ്. സ്വർണം അടിച്ചു മാറ്റാൻ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സൗഹൃദ വലയത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രമുഖരാണ് ആ സൗഹൃദ വലയത്തിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമായുള്ള സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വമ്പൻ വ്യവസായികൾ മുതൽ പ്രമുഖ രാഷ്ട്രീയക്കാർ വരെ അതിലുണ്ട് പോറ്റിയുടെ സുഹൃത്തുക്കളിലായി എന്നും ഇവരുടെയെല്ലാം വിശദ വിവരവും ഇടപാടുകളും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിൽ വന്ന് എല്ലാം കയ്യിൽ ഭദ്രമായി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 10 വർഷത്തോളമായി ശബരിമലയിൽ പോറ്റിയുടെ സാന്നിധ്യം എപ്പോഴും കാണുകയാണ്. നമുക്കറിയാം 10 വർഷമായി ആരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത്. ഈ 10 വർഷത്തിനിടയിൽ അദ്ദേഹം നടത്തിയ എല്ലാ തട്ടിപ്പുകളും ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതും വളരെ വ്യക്തമായി അന്വേഷണ സംഘത്തിന് മനസ്സിലായി കഴിഞ്ഞു. അന്വേഷണ സംഘം നീങ്ങുന്നതും പ്രവർത്തിക്കുന്നതും ഓരോ ചുവട് വെക്കുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് കൊണ്ട് ഈ വിവരങ്ങളെല്ലാം ഹൈക്കോടതിയും അറിഞ്ഞിരിക്കുന്നു. ചില മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഭരണാധികാരികളും അതുപോലെ തന്നെ അവരെ നിയന്ത്രിക്കുന്നവരുമായി അടക്കമുള്ളവരുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തുനിന്ന് എല്ലാ തട്ടിപ്പിന് ഏർപ്പാടാക്കുകയും ഉള്ളിൽ നിന്ന് മുരാരി ബാബുവിനെ കൊണ്ടെല്ലാം ചെയ്യിക്കുകയും ചെയ്തിരിക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് ഈ നിമിഷം വിവരം കിട്ടിയില്ലെങ്കിലും എല്ലാം ഭദ്രമായി മനസ്സിലാക്കി വച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇതിൽ പലരും പുളിമാത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബ വീട്ടിലടക്കം എത്തിയിട്ടുണ്ട് എന്നുള്ള രേഖകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. വീടിനടുത്തുള്ള ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് പോറ്റി പല പ്രമുഖരെയും കണ്ടിരുന്നത് എന്നും സൂചന മാത്രമല്ല, അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ കൈകളിലാണ് വിലങ്ങ് വീഴാൻ പോകുന്നത് എന്നും അന്വേഷണ സംഘം സൂചന നൽകിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. വിവിധ പരിപാടികൾക്കുള്ള സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചു നൽകിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുടെയൊക്കെ അടുപ്പക്കാരനായി മാറിയത്. ശബരിമലയുമായി ബന്ധപ്പെട്ട പല പൂജാരിമാരുമായും പോറ്റി കടുത്ത ബന്ധമാണുള്ളത്. ഇതിൽ പലരുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമായി റിപ്പോർട്ടുകൾ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്തരത്തിൽ വലിയ തട്ടിപ്പിന് കൂട്ടുനിന്ന ഒരു സ്പോൺസർ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ, ഇവർ രണ്ടുപേരും അറസ്റ്റിലായിരിക്കുന്നു. ഇവർ ആർക്ക് വേണ്ടി ചെയ്തു, ഇവരെ കൊണ്ട് ആരൊക്കെ ഇത് ചെയ്യിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാകാൻ പോവുകയാണ്. ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ മുരാരി ബാബു എന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനും ഈ സ്വർണ്ണപ്പാളികളൊന്നും ഇളക്കിക്കൊണ്ടുപോയി അതിൽ വീണ്ടും ചെമ്പുപാളികളാക്കാനും സ്വർണ്ണം പാളികളാക്കി തിരിച്ചു കൊണ്ടുവരാനുമൊക്കെ ഇവർക്ക് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ആരാണ് ഇവരെ കൊണ്ട് ചെയ്യിച്ചത് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നു. അതോടെയാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ചില വിഭ്രാന്തി പിടിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളും പുറത്തു വരികയാണ്. സാമ്പത്തിക സഹായം കൂടാതെ വിദേശയാത്രകൾ അടക്കമുള്ളവയും ഉദ്യോഗസ്ഥർക്കും ബോർഡ് ഭാരവാഹികൾക്കുമെല്ലാം കിട്ടിയിരുന്നു. ഇതെല്ലാം അന്വേഷിക്കേണ്ട ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും വിദേശയാത്രാ വിവാദം ഉയർന്നിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് ജീപ്പിൽ വിമാനത്താവളത്തിൽ നിന്ന് പുളിമാത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചതായും വിവരം ലഭിച്ചിരിക്കുന്നു. അതും അന്വേഷണ സംഘം വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഭരണപക്ഷത്തെ ഒരു പ്രമുഖൻ, അതും CPM-ന്റെ പ്രമുഖൻ, പോറ്റിയുടെ വീട്ടിൽ എത്തിയിരുന്നതായി ആ പ്രദേശവാസികൾ ഒന്നടങ്കം പറഞ്ഞു. അത് പ്രകാരം അന്വേഷണം നടത്തിയ അന്വേഷണ സംഘത്തിന് അദ്ദേഹത്തെക്കുറിച്ചും വളരെ വ്യക്തമായുള്ള ധാരണകളും സൂചനകളും ലഭിച്ചു. ഇത് പ്രകാരം മൂന്നാമൻ്റെ അറസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും, ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്നുള്ളതൊക്കെ വ്യക്തമായിരിക്കുകയാണ്. ഈ പോറ്റിയുമായി ബന്ധപ്പെടുന്നവരും പോറ്റിയുടെ അടുത്ത് പോകുന്നവരും ഒക്കെ പിണറായി വിജയൻ അടക്കമുള്ളവരും അതുപോലെ ദേവസ്വം മന്ത്രിയുമായുമുള്ള
ബന്ധവും അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് പോറ്റിയുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് എന്നും വ്യക്തമായിരിക്കുന്നു. ആരാണ് ആ പ്രമുഖൻ എന്നുള്ളത് പലർക്കും വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ സൂചനകളും കിട്ടിയിട്ടുണ്ട്. ഏതാനും ദിവസത്തിനകം തന്നെ ചോദ്യം ചെയ്യലും അറസ്റ്റുമടക്കം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.